സീതാലക്ഷ്മി. ഐ ആം ശ്രീമാൻ രാമചന്ദ്രൻ. അതിന് ഞാൻ എന്ത് ചെയ്യണം? എറിയുന്ന എല്ലാ പന്തിനും കയറി നോബോൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? അടിക്കുന്നതിന് മുമ്പ് തന്നെ ഔട്ട് വിളിക്കുന്ന എനവാ. ഐ എം അരവിന്ദ്. രാജീവ് പറഞ്ഞിരുന്നു, വരൂ, അകത്തേക്ക് വരൂ. എന്താണ് അലമാരി തുറന്നിട്ട് അങ്ങോട്ട് എല്ലാം വിളിക്കുന്നേ? എടാ, കുറെ നേരമായല്ലോ നീ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും തീർന്നില്ലേ? ഒന്ന് വേഗം തീർക്ക്. പാക്കിംഗ് ഇനിയും കഴിഞ്ഞില്ലേ? സീൽ റെഡിയായോ? എന്താ അടച്ചു കുറ്റിയിട്ടത്? അരവിന്ദ, അലമാരിക്കകത്താണോടാ ഈ ഫാക്ടറിയൊക്കെ ഓടിക്കുന്നത്? എടാ ചുമ്മാതിരിക്കടാ, വാടാ നമുക്ക് വീട്ടിൽ പോവാം. ധൃതി വെക്കാതരാ, റെഡിയാവുന്നേ ഉള്ളൂ. ആ കള്ളന്മാരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ. അയാളുടെ പേരെന്താടാ? ധർമ്മരാജപുരം മുത്തമ്മൻ. ഫ്രോഡിന്റെ പേരുണ്ടില്ലേ? സാറേ, ഒന്നിങ്ങ് വന്നേ. കൈയൊന്ന് കാണിച്ചേ. വലതു കൈയല്ല, ഇടതു കൈ. അങ്ങനെ കാണിക്കേ. എടാ, നിന്റെ കൈ കാണിക്കാൻ പറഞ്ഞോണ്ട് നീ കാണിക്കൂ. അത് എത്ര വലിയ കുറ്റമാണെന്നറിയാവോ? എന്റെ കൈ, എന്റെ കൈ. എടാ, ഇങ്ങ് വന്നേ. എടി ദ്രോഹി, ഇത് കൊണ്ടുപോയി കൊടുക്ക്. ഒരു കുഞ്ഞുങ്ങൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജ് സർട്ടിഫിക്കറ്റാ. രാജീവ് നമ്മളെ ശരിയായ ആളുടെ അടുത്ത് തന്നെ പറഞ്ഞു വിട്ടത്. കലൂർ സ്റ്റേഡിയം നമ്മുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാൻ പോവാ. അത് വെറും 500 ഏക്കറേ ഉള്ളൂ. എയർപോർട്ടാണ് 24,000 ഏക്കർ. നിന്റെ മുത്തച്ഛന്റെ സ്വത്തെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ് റെഡിയാക്കി തരാം. ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ചോളൂ. നമുക്ക് വേണ്ടടാ. വന്ന കാര്യം സംസാരിക്കാം. എന്തിനാ സാറേ സത്യസന്ധത കാണിക്കുന്നത്? എല്ലാവരും ന്യായമായി നീങ്ങിയാൽ നമുക്ക് നീങ്ങാം. തെറ്റായ മാർഗമാണെങ്കിൽ നമുക്കും ആ മാർഗം സ്വീകരിക്കാം. എന്റെ അച്ഛൻ PWDയിലെ സത്യസന്ധനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു. നടു റോഡിൽ വെച്ചാണ് ലോറി കയറ്റി കൊന്നത്. കൂടെ ഉണ്ടായിരുന്നവൻ ആക്സിഡന്റ് ആണെന്ന് സാക്ഷി പറയുകയും ചെയ്തു. എന്റെ അച്ഛൻ ഒരിക്കലും കുടിക്കാത്ത മനുഷ്യനാണ്. കുടിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നും പറഞ്ഞ് പ്രൂവ് ചെയ്തു. കുടുംബം മുഴുവനും നടു റോഡിലായി. 2 അനുജത്തി, അമ്മ, അവരെയൊക്കെ നോക്കണ്ടേ? എന്റെ അച്ഛൻ നല്ല മനുഷ്യനാന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചേർക്കുവോ? അല്ല പലചരക്ക് കടയിൽ സാധനം തരുമോ? ഓരോ നിമിഷത്തിനും കാശാണ് വേണ്ടത്. അത് കള്ളന്മാരുടെ കയ്യിലാണോ കൊള്ളക്കാരുടെ കയ്യിലാണോ ചെല്ലുന്നതെന്ന് അറിയില്ല. വിവരമില്ലാത്തവന്റെ കയ്യിലും ഒന്നിനും കൊള്ളാത്തവന്റെ കയ്യിലും കാശുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സമ്പാദിക്കണം. സർ, കൃത്യമായി തെറ്റ് ചെയ്താൽ അത് തെറ്റാവില്ല. സീതാ ദേവി, ഈ രാമ. അരവിന്ദ്, നിങ്ങൾ ചോദിച്ചതൊക്കെ ഫേക്ക് ആയിട്ടാണോ റെഡിയാക്കേണ്ടത്? ഒറിജിനൽ വേണം. ബന്ധപ്പെട്ടവരുടെയൊക്കെ കയ്യൊപ്പ് എവിഡൻസോടെ വേണം. അത് വളരെ എളുപ്പാ. കാശ് വേണം. GH ചെല്ലണം. അവിടെ കുമാർ എന്നൊരു പിയൂൺ ഉണ്ടാവും. അവനെ കണ്ടാൽ മതി. കേട്ടോ, ഇവിടെ അങ്ങ് സ്ഥലമില്ല. താഴേക്കാരം കൊണ്ടേ കിടത്ത്. ഞാനാണ് കുമാർ. എന്താ കാര്യം? അത്രയല്ലേ ഉള്ളൂ. പോയിട്ട് 1 മാസം കഴിഞ്ഞു വാ, അപ്പൊ നോക്കാം. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വാ, നമുക്ക് ശരിയാക്കാന്നേ. 2 ദിവസം കഴിഞ്ഞ് വാ, കയ്യോടെ കൊണ്ടുപോയിക്കോ. അയ്യോ സാറ് നിൽക്കാതെ പോയി ഇരിക്കും. ഇപ്പൊ തന്നെ മേടിച്ചോണ്ട് പോവാലോ. സുമതി, ആ ചുവന്ന ഫയലിംഗ് എടുത്തേ. അല്ല കുമാര, ഇന്ന് നല്ല വരുമാനം ആണല്ലോ. നിങ്ങൾക്കും അതിൽ പങ്കുണ്ട്. മിണ്ടാതിരുന്നോ? ഡോക്ടറെ മറന്നല്ലോ. ഡോക്ടറിനോ? എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ കൊടുത്തോളാം. അങ്ങേര് നേരിട്ടൊന്നും വാങ്ങില്ല. നല്ല മനുഷ്യനാ. ശരി, ഒരു കാര്യം ചെയ്യ്. പോയിട്ട് 1 മാസം കഴിഞ്ഞു വാ, അന്നേരം നോക്കാം. ആദ്യം പറഞ്ഞ പോലെ അല്ലല്ലോ നീ ഇപ്പൊ പറയുന്നത്. എന്റെ അടുത്ത് വേല ഇറക്കരുത് കേട്ടോ. പിച്ച് കീറി കളയും. കാശിങ് താടാ. പിടി പൊക്കോ. ഞങ്ങള് ഡോക്ടർ ഒപ്പിടാൻ വേണ്ടി ജനിച്ചവനാ. നീ പോയി എടുക്ക്. അവൻ ഇത് മാത്രം കൊടുത്തങ്ങോത്തുക്കാം. നോക്ക്, ഇവിടെ ഇരുന്ന് മുതല കണ്ണീര് ഒഴുകല്ലേ. ഒന്ന് ഒപ്പിട്ടേക്ക്.
ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഇവനിതെങ്ങനെ കണ്ടു? Is it possible? നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത് പോസിബിൾ ആവൂ സാർ. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെയല്ലേ മന്ത്രിക്കും MLAക്കും ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയത്? ലീഗലാ പോയാൽ എന്താ? വലിച്ചു നീട്ടി ചുരുട്ടി മടക്കി ഒതുക്കും സാർ. ഇപ്പൊ എന്താ ചെയ്യുക? ജനങ്ങളോട് പറയണം, അവർക്കറിയണം. ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി കോടതിയിലെത്തണം. ജനങ്ങൾക്കും നമ്മുടെ ചാനലിനും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടെന്ന് കരുതി മാത്രമാ അരവിന്ദൻ എല്ലാ ഡീറ്റെയിൽസും എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ന്യൂസ് ഫ്ലാഷായി കഴിഞ്ഞാൽ ഇഷ്യൂ വളരെ വലുതാകും, നമ്മുടെ ചാനലും സമ്മർദ്ദത്തിലാകും. പക്ഷേ ഇത് സത്യമാണ് സാർ. എന്താ സാർ ഒന്നും മിണ്ടാതെ പോകുന്നേ? Go ahead. ജനാധിപത്യം ലോക രാജ്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഈ ജനാധിപത്യ രാജ്യത്ത് പണമുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും നിയമപരമായി നേടാമെന്നുള്ളതിന്റെ തെളിവ് ഇന്നത്തെ ജ്വലിക്കും തീപ്പന്തം എന്നുള്ള പരിപാടിയിൽ. ഇത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും, ഒരുപക്ഷെ അമ്പരപ്പിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കും. പക്ഷേ പറയേണ്ടത് എന്റെ കടമയാണ്. തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ അവകാശം. ഇല്ലാത്ത ഒരാൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, വോട്ടർ ID, അതുമാത്രമല്ല പാസ്പോർട്ട് പോലും കൊടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, ആ വ്യക്തിയുടെ പേരിൽ ഒരു ലൈംഗിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത് അതിനൊരു FIR തയ്യാറാക്കി ആ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് പോയി അതിന്റെ പേരിൽ അയാൾക്കൊരു വാറണ്ടും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം നിയമപ്രകാരം വാങ്ങിയതാണ്. വായിച്ചു നോക്കാതെ, ഒന്നും പരിശോധിക്കാതെ, പറഞ്ഞു വന്നാൽ ഒപ്പിടുന്നത് എന്തിനാണെന്ന് പോലും ആലോചിക്കാതെ കാശ് വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് കണ്ണടച്ച് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ഇതെല്ലാം ചെയ്യുന്നതിനായി ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്രയെത്ര രൂപ കൊടുത്തു എന്നുള്ള കൃത്യമായ കണക്കുകൾ, തെളിവുകൾ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മറുപടി എന്ത്? നമ്മുടെ നാട്ടിൽ കൈക്കൂലിക്കും അഴിമതിക്കും യാതൊരു പക്ഷഭേദവുമില്ല. ഈ പ്രശ്നത്തിൽ അടിത്തട്ടിലുള്ള ജീവനക്കാരൻ മുതൽ ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥനടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടവരുടെ എണ്ണം 147. ഇല്ലാത്ത ഒരു മനുഷ്യന്, ഒരു ഇന്ത്യൻ പ്രജയ്ക്ക് ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളും കൈക്കലാക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ്? പണം. മുഖംമൂടികൾ പലതും വലിച്ചു കീറാനുണ്ട്. വിജയിക്കുന്നത് അനീതിയോ നീതിയോ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. വർഷത്തിലൊരിക്കൽ 4 വർഷത്തിലൊരിക്കലെന്ന് ദേശസ്നേഹികളായ യുവാക്കൾ അനീതിക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വരാറുണ്ട്. മര്യാദയ്ക്ക് ആ പരിപാടി നിർത്താൻ പറ. ഇത് ടെലികാസ്റ്റ് ആവാൻ പാടില്ല. കണ്ടില്ലേ? ഈ യുവാവിനും അതുപോലൊരവസ്ഥ വരാൻ പാടില്ല. ഈ യുവാവ് പരാജയപ്പെട്ടാൽ നിങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് അർത്ഥം. ഇങ്ങനെ ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്ത് ഫ്ലാഷ് ചെയ്തവനെ തെറ്റുകാരനാണെന്ന് ഞാൻ പറയില്ല. കാരണം അത് സത്യം. കുറ്റവാളിയുടെ പേരിൽ ആക്ഷൻ എടുക്കാതെ വാദി എന്തിനു പ്രതിയാക്കണം? ഐ എം നോട്ട് കൺവിൻസ്ഡ്. നിങ്ങളുടെ ആർഗ്യൊന്നും ആവശ്യമില്ല. നാണം കെട്ട് നാറിപ്പോവും. ഉടനെ നിർത്താൻ പറ. നിർത്തിയിട്ട് ഡു വാട്ട് ഐ ടോൾഡ് യു. എന്ത് വന്നാലും പകുതി കൊണ്ട് നിർത്തും. ഒന്നിനും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് രക്ഷപ്പെട്ടാൽ മതിയല്ലോ. എല്ലാത്തിനും ഞങ്ങളെ പോലുള്ളവരാണ് ബലിയാടാകുന്നത്. തനിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അധികാരം കൈക്കുള്ളിൽ വെച്ചിട്ട് മണ്ടന്മാരാക്കുകയല്ലേ. സ്വാമി സാർ, എല്ലാ ചാനലിലേക്കും വേഗം ഫാക്സ് ചെയ്യാൻ നോക്ക്. ഇതിനെക്കുറിച്ച് ആരോടൊന്നും പറയരുത്. ഉടനെ പോകാനുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ സാർ. സാർ, ഈ വാർത്ത നിർത്തണമെന്ന് പറഞ്ഞ് ഫാക്സ് വന്നിരിക്കുന്നു സാർ. അങ്ങ് നിർത്തിയാരെ. വേറെ എന്ത് ചെയ്യണമെന്നാ സാർ? നല്ല പോലെ കിക്കാവുന്ന നമിതയുടെ നല്ലൊരു സോങ് അങ്ങ് വെച്ചുകൊടു. എല്ലാം അങ്ങ് മറന്നു നോക്കോളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തയിൽ കൂടി അവർ കേരളത്തിലെ സാർ, എന്താ ഫാക്സ് വന്നിട്ടുണ്ട് സാർ. എവിടെ കാണട്ടെ? ക്യാമറമാൻ സൂം ചെയ്തേ.
ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യണമെന്ന്, ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഓർഡർ വന്നു കഴിഞ്ഞു. എന്ത് ചെയ്യാം പറയൂ, നോക്കാം, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പക്ഷേ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് അറിയുവാനുള്ള ആകാംക്ഷ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. എന്തു സംഭവിച്ചാലും ശരി, ഇന്ന് വൈകിട്ട് 5 മണിക്ക് ജ്വലിക്കുന്ന തീപ്പന്തം എന്ന പരിപാടിയിൽ ആ യുവാവിനെ ഞങ്ങൾ തീർച്ചയായും പരിചയപ്പെടുത്തും. തീർന്നു. ഇങ്ങനെ ചൂടുള്ള വാർത്തയൊന്ന് പറയും, നാളെ ഇതിനെക്കാട്ടിലും ചൂടുള്ള വാർത്തയൊന്ന് പറഞ്ഞ് ഈ വാർത്ത ഇല്ലാതാക്കും. നമ്മളെ ചുമ്മാ ടെൻഷൻ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ചാനൽ അവതാരകൻ ഗോപിനാഥ് എവിടെയാണ്? രക്ഷപ്പെട്ടു, തേടിക്കൊണ്ടിരിക്കുക. ഇന്ന് 5 മണിക്ക് ലൈവിൽ വരാന്നാണല്ലോ പറഞ്ഞേ. അത് സാധിക്കില്ല, ഫുൾ ലോക്ക്. മറ്റേ ചാനൽ വന്നാ അതും സാധിക്കില്ല, ഫുൾ സെക്യൂർഡ് സർ. സർ, സത്യം ടിവിയുടെ MD സർ. പ്രോഗ്രാം നിർത്തിവെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിർത്തില്ലേ? ഞാൻ അയച്ച ഓർഡർ നിങ്ങൾ സൂം ചെയ്ത് ജനങ്ങളെ കാണിക്കുമല്ലേ? സത്യമാ പറഞ്ഞത്. പക്ഷെ ഒരു ഓർഡറും ഇല്ലാതെ ഞങ്ങളുടെ ചാനലിനെ ബ്ലോക്ക് ഔട്ട് ചെയ്തതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവും. പറയാം. പോയിക്കോ, പോവാൻ നോക്കാം. വരൂ സർ.